മഴ പെയ്യുന്ന സമയത്ത് വലിയ ശബ്ദവും വെയിലടിച്ചു കഴിഞ്ഞാൽ താഴെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും ഇതാണ് ഈ സാധാരണ ഷീറ്റ് ഉപയോഗിച്ചുള്ള റൂഫിങ്ങിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ, അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ പുതുതായി മാർക്കറ്റിൽ ഇറങ്ങിയ UPVC ഷീറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ ഗട്ടറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ UPVC മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്ലൈഡിംഗ് ഡോറിന്റെ ഫ്രെയിമിന് വേണ്ടിയിട്ടൊക്കെ UPVC ഉപയോഗിക്കാറുണ്ട്. UPVC മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ അതിന്റെ കളറും അതിന്റെ ക്വാളിറ്റിയും ഒരു കാലത്തും കേടുവരാറില്ല. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച റൂഫിംഗ് ഷീറ്റാണ് ഈ റൂഫിംഗ് ഷീറ്റ്. ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിന്റെ കളറായിട്ടുള്ളത്. താഴ്ഭാഗത്തും അതേപോലെ തന്നെ ഒരു മിൽക്കി വൈറ്റ് കളറാണ് ഇതിന്റെ ആയിട്ടുള്ളത്. ഇത് പല കളറുകളിലും അവൈലബിൾ ആണ്. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ബെറ്റർ വൈറ്റ് കളറാണെന്ന് നമുക്കറിയാലോ. അതോടൊപ്പം തന്നെ ഇതിന് ഈ തിക്നെസ് ഉള്ളത് കൊണ്ടും ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത കൊണ്ടും ഈ ശബ്ദം വളരെ കുറവായിരിക്കും. മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഷീറ്റിന്റെ വില എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവല്ലോ. ഈ ഷീറ്റ് ഞങ്ങൾ വാങ്ങിച്ചത് സ്ക്വയർ ഫീറ്റ് 50 രൂപ നിരക്കിലാണ്. സാധാരണ ട്രഫോർഡ് ഷീറ്റുകൾ ഒരു 25 രൂപ മുതൽ ഒരു 40 രൂപ വരെയാണ് സാധാരണ മാർക്കറ്റിൽ നിരക്കുണ്ടാവുക. ഇത് താരതമ്യേന ഒരു കുറച്ചുകൂടി വില കൂടുതലുണ്ട്. പക്ഷേ അലൂമിനിയം റൂഫിംഗ് ഷീറ്റുകൾ, സാൻഡ്വിച്ച് ഷീറ്റുകൾ, ഇത്തരം ഷീറ്റുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ വില താരതമ്യേന കുറവ്. സാധാരണ റൂഫിംഗ് ഷീറ്റ്, ട്രഫോർഡ് ഷീറ്റുകൾ റൂഫിംഗ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്കിത് റൂഫിംഗ് ചെയ്താൽ മതി. വെയിറ്റിന്റെ കാര്യത്തിൽ സ്വല്പം കൂടുതലുള്ളതുകൊണ്ട് സാധാരണ ഒരു 3.5 ട്രഫോർഡ് ഷീറ്റ്, ഒരു 10 അടിയുടെ ഷീറ്റ് ഒരു 8 കിലോ 8.5 കിലോ ആണ് വെയിറ്റ് വരുന്നതെങ്കിൽ ഈ ഷീറ്റ് ഏകദേശം ഒരു 14 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ഈ നമ്മുടെ ട്രസ്സിനെല്ലാം കുറച്ച് സ്ട്രെങ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു 28 അടി നീളത്തിലുള്ള ഒരു റൂഫിംഗ് ആണ്. ഇതിന്റെ ട്രസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോണി രൂപത്തിലാണ്. 2.5 1.5 പൈപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ട്രസ് നിർമ്മിച്ചു. ഇതിന്റെ പെർലിൻസ് നമ്മൾ 2ക്ക് 1 കൊടുത്തിരിക്കുന്നത്. അത് PVC ഷീറ്റ് ആയതുകൊണ്ട് തന്നെ സ്വല്പം അടുപ്പിച്ച് നമ്മൾ പെർലിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 അടിയിൽ താഴെ അകലത്തിലാണ് നമ്മൾ ഇതിന്റെ പെർലിങ്സ് അടിച്ചിട്ടുള്ളത്. നമ്മൾ 2 അടി അകലത്തിൽ പെർലിങ്സ് കൊടുത്തത് കൊണ്ടും അതുപോലെ ഈ റൂഫിംഗ് ഷീറ്റ് അത്യാവശ്യം തിക്നെസ് ഉള്ളത് കൊണ്ടും ഉറപ്പുള്ളത് കൊണ്ടും നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഷീറ്റിന്റെ മുകളിലൂടെ നടക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്ക്രൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സാധാരണ ട്രഫോർഡ് ഷീറ്റിന്റെ പ്രൊഫൈലിലാണ് ഈ ഷീറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിബിലാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. ഈ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്രൂ ക്യാപ്പ് കിട്ടും. ഇതിന് ഒരു ക്യാപ്പിന് മാർക്കറ്റിൽ 9 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. അപ്പോൾ ഈ ക്യാപ്പിനകത്ത് നമ്മൾ സ്ക്രൂ അടിക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് സെൽഫ് ഡ്രില്ലിംഗ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ഇത് സ്ക്രൂ ചെയ്ത് ഈ ക്യാപ്പ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൽഫ് സ്ക്രൂവിന്റെ ഹെഡ് തുരുമ്പ് പിടിച്ച് ഈ റൂഫിംഗ് ലീക്ക് വരുന്ന പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഷീറ്റിനെ നല്ല വൃത്തിയായി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. റൂഫിംഗ് മേഖലയിലും വെൽഡിംഗ് മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും മറ്റു നിർമ്മാണത്തിലെല്ലാം പുതിയ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്തെത്തുന്ന അപ്ഡേഷനുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് A to Z എന്ന യൂട്യൂബ് ചാനലും പ്രതീക്ഷ അടത്തനാട്ടുകര എന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ID യും ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.